പാലക്കാട് നാട്ടുകലിൽ 14 വയസ്സുകാരി തൂങ്ങി മരിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ശ്രീകൃഷ്ണപുരം സെയിന്റ് ഡൊമിനിക് സ്കൂളിനെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. 9ാം ക്ലാസ്സുകാരി ആശിർ നന്ദ ജീവനെടുക്കാൻ കാരണം സ്കൂളിലെ മാനസിക പീഡനമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. സ്കൂളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. അവിടെ നിന്നും വിവരങ്ങളുമായി അജിത് ബാബു ചേരുകയാണ്. അജിത്ത്, ഇപ്പോഴും പ്രതിഷേധം തുടരുന്ന സാഹചര്യമുണ്ട്. വലിയ രീതിയിൽ രക്ഷിതാക്കളുടെ കൂട്ടം തന്നെ സ്കൂളിലേക്ക് ഇരച്ചെത്തി. അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നുള്ള റെസ്പോൺസ്, ഒപ്പം തന്നെ മാതാപിതാക്കൾ ആരോപിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? സ്കൂൾ ഇതിൽ പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടായത്, അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടായിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് രക്ഷകർത്താക്കൾ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ കേൾക്കുകയാണ്. ഇത്തരത്തിലൊരു പ്രഷർ നൽകുന്ന സാഹചര്യമുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അല്പം മുമ്പ് അവരോട് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷേ രക്ഷിതാർത്ഥികൾ പറയുന്നത് വർഷങ്ങളായി സ്കൂളിൽ വലിയ തരത്തിലുള്ള പ്രഷറാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. മാർക്ക് കുറഞ്ഞാൽ ഡിവിഷൻ മാറ്റിയിരുത്തുക, മാത്രമല്ല പരസ്യമായി ഇൻസൾട്ട് ചെയ്യുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഉണ്ടാവുന്നത് ഒരു ഭാഗം അധ്യാപകരുടെ ഭാഗത്തു നിന്നാണ്. അത് പരിഹരിക്കാൻ പല തവണ സ്കൂളുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അതിനോട് പ്രോപ്പറായിട്ട് റെസ്പോൺസ് ഉണ്ടാവുന്നില്ല. മറിച്ച് PTA മീറ്റിംഗുകളിൽ പോലും കാര്യങ്ങൾ കൃത്യമായി പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഏതാണെങ്കിലും ഇപ്പോൾ കൂടുതൽ രക്ഷകർത്താക്കൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏത് നിലയ്ക്കൊരു സാഹചര്യമാണ് ഈ സ്കൂളിലുള്ളത്? വലിയ ഗൗരവമായ ഒരു സംഭവങ്ങളാണ് ഉണ്ടാവുന്നത്. ഒരു വിദ്യാർത്ഥി മാത്രമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. കൂടുതൽ പേർക്ക് ഉണ്ടാവാനുള്ള സാഹചര്യമായിരുന്നു. നിങ്ങളിത് ക്ലോസ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. കുട്ടികളെ അതിനനുസരിച്ച് കഴിഞ്ഞാൽ ഇവർ നേരാവണ്ണമല്ല നമ്മൾ നോക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെ ഭയങ്കര ടോർച്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പഠിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ടോർച്ചറിങ്. പിന്നെ നമുക്കിവിടെ പാരൻസിനൊന്നും പറയാൻ പറ്റില്ല. കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർ വന്നിട്ട് പുറത്താക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇവിടുന്ന് കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ പ്രിൻസിപ്പാളിൻ്റെ ഏകാധിപത്യ ഭരണം പോലെയാണ് ഇവിടെ ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കാണെച്ചാലും പാരൻസിനാണെച്ചാലും ഒന്നും പറയാൻ പറ്റില്ല. PTA മീറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല, ക്ലാസ് മീറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല, ഒന്നുമില്ല. പൈസ മാത്രം വേണം, പിന്നെ വേറൊന്നും സംസാരിക്കാനും പാടില്ല. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാത്ത കുട്ടികളെ, പഠിക്കുന്ന കുട്ടികളെ എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തുക. കുട്ടികളെ എന്നിട്ട് ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടേ ഇരിക്കാം, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, വേറെ ക്ലാസ്സിലേക്ക് മാറ്റുക, ഷിഫ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ കുട്ടികൾക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങൾ വരുവാണ്. കാരണം നമുക്ക് ഒരുമിച്ചിരിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് ഒരു ദിവസം മാറ്റുമ്പോൾ അവർക്ക് പെട്ടെന്ന് വരുന്ന ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്നിട്ട് കുട്ടികൾ മാനസിക സമ്മർദ്ദത്തിലാക്കുക. ഇങ്ങനെയാണ് ഇപ്പോൾ ഈ കുട്ടി മരിക്കാൻ സംഭവം ഉണ്ടായത്. അങ്ങനെയാണ് പഠിക്കാത്ത കുട്ടികളെന്ന് പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് വേറൊരു ക്ലാസ്സിലോട്ട് മാറ്റിയിട്ട് ആ കുട്ടിയെ ഇങ്ങനെ മാനസികമായിട്ട് കുട്ടി അപ്പളേ പറഞ്ഞു ഇത്രേ. കാരണം കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും പറഞ്ഞിട്ടാണ് ഈ കുട്ടി സ്കൂളിൽ നിന്ന് പോയത് എന്നാണ് പറഞ്ഞത്. കാരണം കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞത് അങ്ങനെയാണ്. അങ്ങനെ ചെന്നിട്ടാണ് കുട്ടി അങ്ങനെ ചെയ്യുന്നത്. ഈ പ്രിൻസിപ്പാൾ നമ്മൾ പറയുന്നത് ആര് പറഞ്ഞത് കേൾക്കില്ല. നിങ്ങൾ വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ വേണ്ട എന്ന്. ഇത്രയും ഗുരുതരമായ സാഹചര്യങ്ങളൊക്കെ അറിയാമായിരുന്നിട്ടും നേരത്തെ എന്താണ് രക്ഷകർത്താക്കളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകാത്തെന്നൊരു ചോദ്യം കൂടി ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഒരാൾ പറയുമ്പോൾ ബാക്കിയുള്ള പേരൻസ് ആരും വരുന്നില്ല. ഞാനാണെച്ചാൽ CM-ന് പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെ രാത്രി നമ്മൾ പരാതി നൽകിയിട്ടുണ്ട് CM-ൻ്റെയിലേക്ക്. കാരണം കഴിഞ്ഞാൽ വേറെ പേരൻസ് ആരും തയ്യാറല്ല. പേടിച്ചിട്ട് കുട്ടികളെ പുറത്താക്കുമോ എന്നുള്ള പേടി കാരണം പേരൻസ് ആരും തയ്യാറാവുന്നില്ല. ഇപ്പോഴത്തെ പോലീസും രക്ഷകർത്താക്കളും തമ്മിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും ഈ കാര്യത്തിൽ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. പോലീസ് കേസെടുത്ത് ഉൾപ്പെടെയുള്ള നടപടികൾ എടുക്കണമെന്നുൾപ്പെടെ പറയുന്നു. മാത്രമല്ല ഈ കാര്യത്തിൽ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായതെന്നുൾപ്പെടെയാണ് ഇവിടെ രക്ഷകർത്താക്കൾ ഓരോരുത്തരായി വിശദീകരിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് രക്ഷകർത്താക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. പോലീസുമായിട്ടുള്ള വാക്കുതർക്കം ഉൾപ്പെടെയാണ് പറയുന്നത്. അതായത് ഈ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരെ ഇവിടുന്ന് പുറത്തേക്ക് ഇപ്പോൾ പോകാൻ അനുവദിക്കില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് രക്ഷകർത്താക്കൾ പറയുന്നത്. കാരണം ഇത് ഒരു കുട്ടിയുടെ സംഭവമല്ല, ഒരുപാട് കുട്ടികൾ ഇത്തരത്തിൽ ഇവർക്ക് പ്രതിഷേധ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടായി. വിദ്യാർത്ഥികളെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ, പഠിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. മാർക്കില്ലാത്ത കുട്ടികളെ പ്രത്യേകമായ ക്ലാസ്സിലേക്ക് മാറ്റിയിരുത്തുന്നു. അവിടെ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് മാനസികമായ വിഷമം ഉണ്ടാകുന്നു. മാത്രമല്ല ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് നിർബന്ധമുണ്ട്. ഒരു തരത്തിലും വിദ്യാർത്ഥികളെ അവർക്ക് അവരുടെ സമാധാനത്തോടെ നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. വലിയ സ്ട്രെസ് നൽകുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത്. ഏതാണെങ്കിലും വിദ്യാർത്ഥികൾക്ക് രക്ഷകർത്താക്കൾ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇവിടെ ഇപ്പോൾ പോലീസ് ഇവിടെ പ്രതിഷേധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണെങ്കിലും പ്രതിഷേധം കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ
ഇവിടെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ഈ സ്കൂളിലെ പ്രധാന അധ്യാപകരൊക്കെ ഇരിക്കുന്ന സാഹചര്യം, അവിടേക്ക് രക്ഷിതാക്കൾ കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പോലീസ് അവരെ തടഞ്ഞിരിക്കുകയാണ്. ഈ പ്രതിഷേധം ഇപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഏതാണെങ്കിലും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു തരത്തിലും ഇവിടെ നിന്ന് ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവാതെ പിരിഞ്ഞു പോകില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് രക്ഷിതാക്കൾ അറിയിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് ഈ സ്ഥലത്തുണ്ടാവുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഇത് കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. വിദ്യാർത്ഥികളുടെ കുട്ടികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അവർക്ക് ഏത് ലെവൽ വരെ പ്രഷർ നൽകാമെന്ന് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ മുമ്പിലുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞു മനസ്സുകളാണ്. അവിടെ വേറെ കൃത്യമുണ്ടായാൽ അവർക്കത് വലിയ രീതിയിൽ ബാധിക്കുമെന്ന് ഉൾപ്പെടെയുള്ളതൊക്കെയുള്ള കാര്യങ്ങൾ പഠനങ്ങളായി തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോഴാണ് ഈ സ്കൂളിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഇപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി നിൽക്കുന്ന നിങ്ങളുടെ ആവശ്യം നിലവിൽ ഇപ്പോൾ കേൾക്കുന്നില്ല. നിങ്ങളുടെ ആവശ്യം ഇപ്പോൾ എന്താണ്? ആവശ്യം നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് നിൽക്കാം. വിവിധ ആവശ്യങ്ങളാണ് നിലവിൽ ഇവിടേക്കുമായി ബന്ധപ്പെട്ടുള്ളത്. ആദ്യം 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കൂളിനകത്ത് ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. പക്ഷെ അതിനെ ഈ മാനേജ്മെന്റിന്റെ എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ കുട്ടിക്ക് ഒരു പ്രേമമുണ്ടായിരുന്നുവെന്നും അതിന്റെ ഭാഗമായിട്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തതെന്നും ആ വിഷയത്തെ വളച്ചൊടിച്ചു. പക്ഷെ അതിനുശേഷം 2 വർഷങ്ങൾക്ക് ഇപ്പുറം ഇന്നലെ ഈ സ്കൂളിനകത്ത് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. അതിന്റെ കാരണം ആ കുട്ടിക്ക് ഈ സ്കൂളിനകത്ത് നടന്ന വിവിധ മാസങ്ങളിലായി നടന്നിട്ടുള്ള ക്ലാസ് ടെസ്റ്റുകളുടെ ഭാഗമായി മാർക്കുകൾ കുറഞ്ഞു. ആ മാർക്ക് കുറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയെ മറ്റൊരു ക്ലാസ്സിലേക്ക് മാറ്റുന്ന സ്ഥിതി ഉണ്ടായി. ഇന്നലെ ആ കുട്ടി ക്ലാസ്സിൽ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ആ കുട്ടിയുടെ ക്ലാസ് ടീച്ചറോട് ഈ കുട്ടി ഈ കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ നാളെ മുതൽ ടീച്ചറെ ക്ലാസ്സിനകത്ത് വരില്ല, നാളെ മുതൽ എന്നെ ഒരാളും കാണില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടി ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. അതുപോലെ ഇവിടെ വിവിധ വിങ്ങളായ വിഷയങ്ങൾ, കുട്ടികൾക്ക് വരാന്തയിലൂടെ നടക്കാൻ വേണ്ടി കഴിയില്ല. അതായത് വെറുതെ വരാന്തയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല നമ്മുടെ സ്കൂളുകളിലൊക്കെ, അത് ഇവിടെ കഴിയില്ല. കുട്ടികൾക്ക് കൈ പിടിച്ച് നടക്കാൻ വേണ്ടി കഴിയില്ല. അവരിട്ടുകൊണ്ടിരിക്കുന്ന കോട്ട് അഴിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പാടില്ല. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരുന്നതും തിരിച്ചു പോകുന്നതും ഈ കോട്ട് ധരിച്ചായിരിക്കണം. ഇട്ടിട്ടുള്ള കാർഡ് ടാഗ് അത് മറിഞ്ഞു കടന്നാൽ അതിന് പണിഷ്മെന്റ് ഉണ്ട്. സംസാരിച്ചാൽ പണിഷ്മെന്റ് ഉണ്ട്. മലയാളം സംസാരിക്കുന്നത് പണിഷ്മെന്റ് ഉണ്ട്. ഇവിടെ കൂട്ടുകാരുമായി സൗഹൃദം ഉണ്ടാക്കുന്നതിന് അതിന് ഇവിടെ പണിഷ്മെന്റ് ഉണ്ട്. ഇങ്ങനെ വിവിധ ഇനത്തിൽ വിദ്യാർത്ഥികളെ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റെല്ല എന്ന് പറയുന്ന ഒരു അധ്യാപിക ഉണ്ട്. ആ അധ്യാപിക കുട്ടികളുടെ മുഖത്തടിക്കുകയും ചവിട്ടുന്ന സാഹചര്യവും അതുപോലെ തന്നെ അവരുടെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ വിവിധങ്ങളായ രീതിയിൽ തെറി പറയുന്ന സാഹചര്യം ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഈ നിലയിലേക്ക് ഈ സിസ്റ്റം, ഇവിടുത്തെ ഈ സെന്റ് ഡൊമിനിക് സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള സിസ്റ്റം മാറ്റാതെ ഈ സ്കൂൾ തുടർന്ന് പ്രവർത്തിച്ചു പോകാൻ വേണ്ടി കഴിയില്ല. ഏതാണ് അവർ പറയുന്നത്. സിസ്റ്റം മാറണം. അതായത് ഈ നിലവിൽ ഈ സ്കൂളിൽ സ്വീകരിക്കുന്ന സമീപനം ഉൾപ്പെടെ മാറണമെന്നുള്ള ആവശ്യമാണ് രക്ഷകർത്താക്കൾ ഉന്നയിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു സൈഡിലൂടെ ഇവിടുത്തെ മാനേജ്മെന്റിന്റെ പ്രധാന അധ്യാപകരെയും പ്രിൻസിപ്പളെ ഉൾപ്പെടെയുള്ളവരെ പുറത്തേക്ക് കൊണ്ടുപോയി പോലീസ് അവിടെ നിന്ന് മാറ്റി. ഇപ്പോൾ കൂടുതൽ ഇവിടെ നിന്നുണ്ടായിരുന്ന എത്തിയിരുന്ന രക്ഷകർത്താക്കളെ ഉൾപ്പെടെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഈ സിസ്റ്റം മാറാതെ ഇത്തരത്തിൽ പിന്നോട്ട് പോകില്ല എന്നുൾപ്പെടെയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇവിടെ ഉണ്ടായതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല രക്ഷകർത്താക്കൾ മാത്രമല്ല വിദ്യാർത്ഥികളും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി രംഗത്തുണ്ടായിരുന്നു. ഒരു തരത്തിലും ഈ പ്രശ്നത്തിൽ നിന്ന് പിന്നോട്ടില്ല. ഈ പ്രശ്നം പരിഹരിക്കുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പ്രധാനമായും ക്യാമ്പസുകളിൽ കലാലയങ്ങളിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്ന് നിരവധിയായ ചർച്ചകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ വളരെ ഗൗരവമായുള്ള ആരോപണങ്ങൾ വിദ്യാർത്ഥികൾ തന്നെ പറയുന്നത്. രക്ഷകർത്താക്കൾ പറയുന്നത് നീണ്ട കാലമായി വലിയ തരത്തിലുള്ള സ്ട്രെസ് അനുഭവിക്കേണ്ടി വരുന്നു. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം ഉണ്ടാകുന്നു. വിദ്യാർത്ഥികളെ ക്ലാസ് മാറ്റിയിരുത്തുന്നു. ഇംഗ്ലീഷ് സംസാരിച്ചാൽ ഫൈൻ ഈടാക്കുന്നു. അതുപോലെ തന്നെ ടാഗ് തിരിഞ്ഞു കടന്നാൽ പോലും പണിഷ്മെന്റ് നൽകുന്നു എന്നുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഈ സംഭവത്തിന് പിന്നാലെ ഈ സ്കൂളിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. ഈ പ്രശ്നത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകാതെ ഒരു തരത്തിലും ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പോലീസ് ഏതാണെങ്കിലും ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണെങ്കിലും വലിയ തരത്തിലുള്ള പോലീസ് ഇപ്പോൾ സംസാരിക്കുകയാണ്. തീരുമാനം ബാക്കി നാളെ 2 മണിക്ക് നിലവിൽ ആൾറെഡി ഇതിൽ ഈ വിഷയത്തിൽ നാട്ടുകൽ പോലീസ് സ്റ്റേഷനിൽ കേസ് നടക്കുന്നുണ്ട്. ഈ കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് ബാക്കി നടപടികൾ അവർ ചെയ്യും. നാട്ടുകൽ സ്റ്റേഷൻ അതൊക്കെ നാട്ടുകൽ പോലീസ് സ്റ്റേഷനാണ് ചെയ്യുന്നത്.
അതായത് രക്ഷകർത്താക്കളുടെ ഉൾപ്പെടെയുള്ള ആ കാര്യങ്ങൾ പരിശോധിക്കുമെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. തൽക്കാലം ഈ പ്രതിഷേധം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു തുടർ പരിശോധന ഉണ്ടാകുമെന്ന് പോലീസ് ഉറപ്പ് നൽകിയതോടുകൂടിയാണ് ഇപ്പോൾ താൽക്കാലികമായി ഈ പ്രതിഷേധം ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. ഒരു തരത്തിലും ഈ കാര്യത്തിൽ പിന്നോട്ടില്ല. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ സ്കൂളിൽ നിരവധിയായി നടക്കേണ്ട ആത്മഹത്യകളുടെ ഒരു അടയാളം മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് ഇത്തരത്തിൽ ഈ സ്കൂളിനെതിരെയുള്ള വലിയ ആരോപണമായാണ് ആ കാര്യം ഇത്തരത്തിൽ രക്ഷകർത്താക്കൾ മുന്നോട്ട് വെക്കുന്നത്. ഈ പ്രതിഷേധ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നതിന് ശേഷം നിരവധിയായിട്ടുള്ള രക്ഷകർത്താക്കളോട് ഇവിടെ സംസാരിച്ചു. അവരെല്ലാം പറയുന്നത് മാനസികമായി കുട്ടികളെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള സ്വതന്ത്രമായി സംസാരിക്കാനോ കൃത്യമായ ഒരു അഭിപ്രായം പറയാനോ ഒരു കാര്യം ചോദിച്ചറിയാനോ പോലും കഴിയാത്ത സാഹചര്യമാണ് ഈ സ്കൂളിൽ ഉള്ളതെന്നുള്ളതാണ്. പലതവണ പരാതി പറയാൻ ശ്രമിച്ചിട്ടും അത് അഡ്രസ്സ് ചെയ്യാൻ തയ്യാറില്ല. മാത്രമല്ല പ്രിൻസിപ്പലിനോട് ഉൾപ്പെടെ PTA മീറ്റിംഗോ ക്ലാസ് മീറ്റിംഗോ ഉൾപ്പെടെ വിളിക്കാൻ പറയുമ്പോൾ അതിൽ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പറയുന്നു. നമുക്കറിയാം നമ്മുടെ PTA മീറ്റിങ്ങുകളൊക്കെ ഒരു സ്കൂളിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിലുള്ള യാതൊരു സംവിധാനങ്ങളും ഇവിടെ പ്രവർത്തിച്ചില്ല എന്നുള്ള ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ കൂടി ഏതാണെങ്കിലും ഇവിടെ ഉയരുന്നുണ്ട്. ഇപ്പോൾ ഈ താൽക്കാലികമായി ഈ പ്രതിഷേധ സമരം അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ നാളെ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ ഉണ്ടാവാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. കാരണം നാളെ SFI ഉൾപ്പെടെ ഈ സ്കൂളിലേക്ക് മാർച്ച് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ സമരവുമായി മുന്നോട്ട് വരാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇന്ന് രാവിലെയും ഇവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം രക്ഷകർത്താക്കളുടെ ഭാഗത്തും ഉണ്ടായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടായത്. നാളെയും ഇത്തരത്തിൽ ഈ പ്രതിഷേധം തുടരുമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. വലിയ തരത്തിലുള്ള ശരി അജിത്ത്.